അപ്പോഴേ പൊന്നൂസ് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിലത്തെ വീഡിയോയാണ് ഇത്. നമ്മുടെ പറമ്പിൻ്റെ സൈഡിൽ കൂടെ ഇതുപോലെ ഒരു അരുവി ഉണ്ടായിരുന്നു. എത്ര നല്ലതായിരുന്നല്ലേ, നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. ഇത് മുമ്പത്തെ വീഡിയോയിൽ കിടപ്പുണ്ട് കേട്ടോ. ഈ വെള്ളം ഇപ്പം വരുന്ന ഭാഗവും ഇതൊക്കെ കിടപ്പുണ്ട്. അന്ന് വെള്ളം വളരെ കുറവായിരുന്നു. ഇന്ന് ആ സ്ഥലത്തൂടെ ഒരുപാട് വെള്ളമായിട്ടുണ്ട്. മുകളിലോട്ട് ചെല്ലുമ്പോൾ ഒരുപാട് വെള്ളം ഇങ്ങനെ വരുന്നത് കാണാം കേട്ടോ. നല്ല ഭംഗിയാണ് അത് കാണാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ, ജാതിത്തോട്ടം കേട്ടോ ഇത്. ജാതിത്തോട്ടത്തിൻ്റെ അടിഭാഗത്ത് അവർ നെറ്റൊക്കെ കെട്ടിക്കൊടുത്തതാണ്, ജാതിക്ക വീണിട്ട് താഴെ മണ്ണിൻ്റെ അകത്താകാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പക്ഷേ ജാതിക്ക വീഴും, കുറേ ഭാഗമൊക്കെ തെറിച്ച് തോട്ടിലേക്ക് പോകും, കുറച്ച് അതിൻ്റെ അകത്ത് കിടക്കും. അങ്ങനെയൊക്കെ കേട്ടോ മുമ്പോട്ട് കാണാൻ പറ്റുന്നത്. എത്രത്തോളം ഇത് കെട്ടിയത് സേഫാണെന്നൊന്നും പറയാൻ പറ്റില്ല, എങ്കിലും വീഴുന്നത് അതിൻ്റെ അകത്ത് കിടക്കും. ഇത് കണ്ടോ നിങ്ങൾ, വെള്ളം ഇരച്ച് കുത്തി വരുന്ന കണ്ടോ. ഇതങ്ങ് മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം കേട്ടോ. എന്താ ഭംഗിയല്ലേ. ഇതാ പറഞ്ഞത്, പ്രകൃതി നമുക്ക് കനിഞ്ഞ് ഓരോ സംഭവങ്ങൾ തരുന്നത് അതൊക്കെ നമ്മൾ ആസ്വദിക്കണം കേട്ടോ. ആസ്വദിക്കാനാണല്ലോ തമ്പുരാനിങ്ങനെ ഓരോന്ന് നമുക്ക് ഒരുക്കി തരുന്നത്. എന്തായാലും ജാതിയൊക്കെ നനഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ. ഈ ഭാഗത്തോട്ടൊക്കെ എപ്പോഴും മഴയാണ് കേട്ടോ. നമ്മുടെ ടൗൺ ഭാഗത്ത് പെയ്യുന്ന പോലെയൊന്നുമല്ല, മലയോര പ്രദേശത്തൊക്കെ എപ്പോഴും നന്നായിട്ട് മഴ പെയ്യും കേട്ടോ. ഇത് ഈ പറമ്പിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ ഒരു വേറെ തന്നെ ഫീലാണ് കേട്ടോ. കൊതുകുകളൊക്കെ ഉണ്ട്, നമ്മളെ നിൽക്കാനൊന്നും പിടിയല്ല. പക്ഷേ എന്നാലും ഈ ചെറിയ ചാറ്റൽ മഴയൊക്കെ ആണേലും കൊണ്ടിട്ട് നമുക്ക് ഈ പറമ്പിൽ കൂടെയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നടക്കാൻ പറ്റും കേട്ടോ. അതൊക്കെ നമ്മൾ എത്ര ടൗൺ ഏരിയയിൽ ജീവിച്ചാലും നമുക്ക് കിട്ടാത്തൊരു ഫീലാണ് കേട്ടോ. നമ്മൾ ഈ മലയോരത്ത് താമസിക്കുന്നതും ടൗൺ പ്രദേശത്ത് താമസിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പം ഉള്ള ജാതി മരത്തിൻ്റെ ചോട്ടിലൊക്കെ ഇതുപോലെ നെറ്റ് അവർ വിരിച്ച് കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജാതിക്ക മണ്ണിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടിയതാണ് കേട്ടോ ജാതിക്ക. എന്നിട്ടും മണ്ണിലൊക്കെ കിടപ്പുണ്ട് ആ ഭാഗമൊക്കെ കാണുന്നത്. പിന്നെ പുളിയൊക്കെ ഇങ്ങനെ മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേനും താഴെ വീണുകൊണ്ടേ ഇരിക്കും കേട്ടോ. അതൊക്കെ പെറുക്കി ഉണക്കാനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേനൽക്കാലത്തേക്കൊക്കെ പുളി സംഭരിച്ച് വെക്കാമല്ലോ. അപ്പം നിങ്ങൾ ഈ സ്ഥലത്തിൻ്റെ ഭംഗിയൊന്ന് ആസ്വദിക്കുക. മുമ്പേ ഇട്ട വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ആ വീഡിയോയും ഈ വീഡിയോയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമേ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അന്നത്തെ വേറൊരു ഫീല്, ഇന്ന് മഴയൊക്കെ ഉള്ളതുകൊണ്ട് ഇത് വേറൊരു ഫീൽ. അങ്ങനെയാണ് കേട്ടോ വീഡിയോ ഉള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, അത് പോയിട്ടൊന്ന് കണ്ടു നോക്കണമെന്ന് കേട്ടോ. ഞാൻ ഓവറായിട്ട് വർത്താനം പറയുന്നുണ്ടെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ക്ഷമിക്കണേ. കാരണം എനിക്ക് ഈ പച്ചപ്പ് ചെറുപ്പം മുതലേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോഴും ഇഷ്ടത്തിനൊന്നും കുറവൊന്നുമില്ല. ഇപ്പം നമുക്ക് പിന്നെ മുമ്പോട്ട് ചെല്ലുന്നതിന് പ്രായമായിക്കൊണ്ടിരിക്കുവാണല്ലോ. നമ്മളൊക്കെ വയസ്സായി വരുമല്ലേ. അപ്പോൾ പുളിയൊക്കെ പെറുക്കുന്ന ഭാഗമൊക്കെ കാണുന്നുണ്ട് കേട്ടോ. പുളിയൊക്കെ പെറുക്കി നമ്മൾ ഉണക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല കുടംപുളിയിട്ട മീൻകറിയൊക്കെ വെച്ച് കഴിക്കാമല്ലോ. അപ്പം നിങ്ങളതൊക്കെ ഒന്ന് കാണേ. എന്താ ഭംഗിയല്ലേ, നനഞ്ഞ പച്ചപ്പ് പുതച്ച സ്ഥലം. ഇതിലൂടെയൊക്കെ ചെറുപ്പകാലത്തൊക്കെ നമുക്ക് പിള്ളേർക്കൊക്കെ നടക്കാൻ പറ്റും കേട്ടോ. നമ്മൾ പിന്നെ കുറച്ച് പ്രായമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നടക്കാനും പറ്റില്ല. വടിയും കുത്തിപ്പിടിച്ച് മുത്തശ്ശിമാർ നടക്കുന്ന പോലെയൊക്കെ നടക്കേണ്ടി വരും. വഴുതി പോകുമോ എന്നുള്ള പേടിയുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്തായാലും നമ്മൾ ഇത് കണ്ടോ, പുളിയൊക്കെ കാട്ടിപ്പോയിട്ട് ഒളിച്ചിരിക്കുവാണ്. അങ്ങനെ ആ പുളിയൊക്കെ പെറുക്കി. പിന്നെ ഇത് മുകളിൽ 2 കുളമുണ്ട് കേട്ടോ. ആ കുളത്തിൻ്റെ അവിടെ നിന്നൊക്കെ വരുന്ന വെള്ളം കേട്ടോ. നല്ല വെള്ളം കേട്ടോ, കുടിക്കാൻ പറ്റിയ നല്ല ശുദ്ധമായ വെള്ളമാണ് നമുക്ക് കുടിക്കാൻ. പിന്നെ പൈപ്പിട്ട് വെള്ളം എടുക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. മോട്ടറൊന്നും അടിക്കാണ്ട് വെള്ളം കയറുവേ ടാങ്കിൽ. അത് തന്നെ പ്രത്യേക ഇതെന്ന് പറയുന്ന നമുക്ക്. കാരണം മോട്ടർ അടിക്കാണ്ട് വെള്ളം കയറുന്നതെന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയ ഭാഗ്യമാണല്ലോ. അപ്പം പിന്നെ ജാതി മരം, കൊക്കോ മരം, അങ്ങനെ എല്ലാ മരങ്ങളും ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ. അപ്പം ഇത് കണ്ടോ, പുളി ഓരോ സ്ഥലത്ത് ഇങ്ങനെ കിടക്കുന്ന. പിന്നെ ഇങ്ങനെ വെള്ളം ഒലിച്ച് ഇങ്ങനെ വരുന്ന കണ്ടോ നിങ്ങൾ. ആ വെള്ളം കാണുമ്പോൾ തന്നെ അവിടുന്ന് പിന്നെ വരാൻ തോന്നില്ല. കാരണം നല്ല തണുപ്പും ഉണ്ടാവും കേട്ടോ. ഈ പാറകളുടെ ഇടയിൽ കൂടെ വരുന്ന വെള്ളമാണല്ലോ, അതുകൊണ്ട് തന്നെ നല്ല തണുപ്പും ഉണ്ടാവുമേ. അപ്പം കുളത്തിൻ്റെ സൈഡൊക്കെ ആയി കാണുന്നത് കേട്ടോ.
അപ്പോൾ ഈ വെള്ളം എവിടെയാണ് ചെന്ന് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളപട്ടണം പുഴയിലോട്ടൊക്കെ ആയിരിക്കും കേട്ടോ. ഇതൊരു കുളമാണ്, ആ കുളത്തിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ വെള്ളമൊക്കെ എടുക്കുന്നത്. അപ്പം നമ്മൾ പുളിയൊക്കെ പെറുക്കിയിട്ട് പോകാൻ നോക്കട്ടെ. നമ്മുടെ ഈ വീഡിയോ കണ്ട് വീഡിയോ എല്ലാവരും കാണണം കേട്ടോ. ഇങ്ങനെ പ്രകൃതി രമണീയമായ സ്ഥലമൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നവർ ആസ്വദിക്കണേ. അപ്പം നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഓളുന്ന ഓപ്ഷനും കൂടി അമർത്തി നമ്മളെ സപ്പോർട്ട് ചെയ്യുക.